വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു കാളനാണ് ഉണ്ടാക്കുന്നത്. കുറുക്ക് കാളൻ എന്ന് പറയും. നമ്മുടെ സദ്യക്കൊക്കെ കഴിക്കുന്നതാണ്. നമ്മൾക്ക് ഓണമൊക്കെ വരുമല്ലേ, അപ്പം നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്നേ. അപ്പോൾ ഞാൻ ഒരു 1/4 കിലോ ചേന ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏത്തയ്ക്കായ പച്ച ഏത്തയ്ക്ക ഒരെണ്ണം. പിന്നെ അതിലേക്ക് നമുക്ക് ഈ അരപ്പിന് വേണ്ടത് ആവശ്യത്തിന് തേങ്ങ എടുക്കുക, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 4-5 കാന്താരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കാന്താരിയില്ലേ 2 പച്ചമുളക് ഇട്ടാലും മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നമുക്കിനി കുക്കിംഗ് തുടങ്ങാം. ഞാൻ ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ട് ചേന അരിഞ്ഞത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ചേന വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. കൂടുതൽ വേവ് ചേനയ്ക്കുള്ളത്, അതുകൊണ്ട് ആദ്യം ചേന ഇട്ട് ഞാനൊന്ന് വേവിക്കും. എന്നിട്ട് ഞാൻ കായ ഇടുന്നു. ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരപ്പിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനകത്തൊരു 1/4 ടീസ്പൂൺ ഇടത്തുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ചുവന്ന മുളകും കൂടെ ഇടണേ. ചേനയൊന്ന് തിളച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേ നമ്മൾ കായ ഇടത്തുള്ളേ. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ചേന ഇവിടെ വേഗം വെച്ചിട്ട് ഒരു തിളച്ച് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് ആയേ. ഇനിയിപ്പം നമുക്ക് ഈ കായയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. വെന്ത് നമ്മുടെ ഈ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരണേ. നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ ചേനയും കായയും കൂടെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറേ വറ്റി ഇതിപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര്, ഞാനൊരു 1/4 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. ഈ തൈര് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്പൂണിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. പുളിയുള്ള തൈരാണ് വേണ്ടത് കേട്ടോ. തീരെ അങ്ങ് പുളിയില്ലാത്ത തൈര് ശരിയാകത്തില്ല. കുറച്ച് പുളിയുള്ള തൈര് വേണേ. എന്തേലും സാധനങ്ങൾ എടുക്കുന്നതനുസരിച്ച് വേണം നമ്മൾ തൈര് ചേർക്കാൻ. ഇവിടെ ഞാൻ കുറച്ചല്ല ചേർത്തിട്ടുള്ളൂ. പിന്നെ ഈ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തിളയ്ക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് വല്ലാതെ പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോവേ. എന്നിട്ട് ഇത് കിടന്നൊന്ന് കുറുകി വരണം ഈ തൈരിനകത്ത് കിടന്ന്. ചേനയുടെ വേവ് നമ്മൾ നോക്കിക്കോണം. അത് കുറച്ചൊന്ന് വെന്തിട്ട് വേണം നമ്മൾ കായ ചേർക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ കായ പെട്ടെന്ന് വെന്തും പോകും, ചേന വേവുകയില്ല. ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അങ്ങനെ ഇളക്കണമെന്നില്ല. തിളയ്ക്കുന്നിടം വരെ അതൊന്ന് ഇളക്കി കൊടുക്കണേ. അതിൻ്റെ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരണേ. ഈ കറി ഉണ്ടല്ലോ, ഓണത്തിനൊക്കെ തലേന്നേ ഉണ്ടാക്കി നമുക്ക് വെക്കാവുന്ന കറിയാണ്. 1-2 ദിവസമൊക്കെ ഇത് കേടാകാതെ പുറത്ത് തന്നെ ഇരുന്നോളുവേ. നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച ഒരാഴ്ചയോളം സുഖമായിട്ട് ഇത് കഴിക്കാം കേട്ടോ. നമ്മുടെ ഈ തൈര് ഒഴിച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്, തിളച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകം, മഞ്ഞൾ, കുരുമുളക്, ഒരു 3-4 കാന്താരി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച ആ ഒരു പച്ചമണം മാറി കിട്ടണം കേട്ടോ. അരപ്പിട്ടതിന് ശേഷം ഞാൻ ഒരു 2-3 മിനിറ്റ് ഇത് തിളപ്പിച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അപ്പോഴത്തേനും അതിൻ്റെ ആ ടേസ്റ്റ് ഒക്കെ മാറും. മാറി നല്ല കണ്ടോ, നല്ല കുറുകിയ ഒരു കാളനായി ഇത് കേട്ടോ. ഇത് സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കണം. നല്ലതാണെങ്കിൽ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. നമുക്ക് ഫ്ലെയിം ഇനി അങ്ങ് ഓഫ് ചെയ്യാവേ. എന്നിട്ട് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടാൽ മതി. ഞാനൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കടുക്. ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ 2 വറ്റൽമുളക് ഇങ്ങനെ മുറിച്ചങ്ങ് ഇട്ട് കൊടുത്തേക്കണേ. കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ സദ്യക്ക് കഴിക്കാവുന്ന നല്ല കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഒന്ന്. അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്